ജേർണലിസ്റ്റിലേക്ക് ഇന്ന് രാവിലെ മുതൽ പലരും തൊലിക്കട്ടി തപ്പുന്ന തിരക്കിലാണ്. തൊലിക്കട്ടി തപ്പുന്ന യന്ത്രവുമായിട്ട് പലരും ഇറങ്ങിയിട്ടുണ്ട്. തീവ്രത അളക്കുന്ന യന്ത്രമുള്ള അതേ ആളുകൾ തന്നെയാണ് ഈ പറയുന്ന തൊലിക്കട്ടി തപ്പുന്ന യന്ത്രവും ഇറക്കിയിട്ടുള്ളത്. ആരുടെ തൊലിക്കട്ടിയാണ് തപ്പുന്നതെന്നറിയാവോ? അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു വീഡിയോ ഇന്ന് സകല എതിരാളികളെയും ഞെട്ടിച്ചു കളഞ്ഞു. കാരണം എന്താ? രാഹുൽ സ്വന്തം നാട്ടിലൂടെ ഹെൽമെറ്റ് ഒന്നും വയ്ക്കാതെ നല്ല ചെത്ത് ഷർട്ടും മുണ്ടും ഒക്കെ ഇട്ട് നല്ല ലുക്കിൽ ചെത്ത് പിള്ളേർ പോകുന്ന പോലെ പറന്ന് പോവാണ് സ്കൂട്ടറിൽ. ഓവർ സ്പീഡിനും ഹെൽമെറ്റ് ഇല്ലാത്തതിനും ഒക്കെ വേണമെങ്കിൽ ഫൈൻ അടയ്ക്കാം, അത് വേറെ. പക്ഷേ ആ വരവ് ഒരു ഒന്നൊന്നര വരവായിരുന്നു. ഈ വരവ് കണ്ടുകൊണ്ട് അത്ഭുതം പൂണ്ട ചില മാധ്യമ പ്രവർത്തകർ രാഹുലിനെ തടഞ്ഞു നിർത്തി എന്താ പരിപാടി, രക്ഷപ്പെടുകയാണോ എന്ന് ചോദിച്ചു. മാധ്യമങ്ങൾ അതിനെ ചോദിക്കാനൊരു കാരണമുണ്ട്. തൊട്ടപ്പുറത്ത് പോലീസ് ഒരു വലിയ സന്നാഹവുമായി രാഹുലിൻ്റെ വീടിൻ്റെ മുമ്പിൽ കാത്തു നിൽക്കുക. എന്തിനാണ് പോലീസ് കാത്തു നിൽക്കുന്നതെന്നറിയോ? ഇന്ന് രാഹുലിൻ്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്ന ദിവസമായിരുന്നു. ആ മുൻകൂർ ജാമ്യ ഹർജി എങ്ങാനും തള്ളിക്കളഞ്ഞാൽ അപ്പം തന്നെ പിടിച്ച് വലിച്ചിഴച്ച് വിലങ്ങ് വെച്ച് നാട്ടുകാരുടെ മുന്നിൽ കൂടെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധത്തിനിടയിൽ കൂടി ജയിലിൽ കൊണ്ടിടാനുള്ള പരിപാടിയായിരുന്നു. പക്ഷേ അത് അടപടലം ചീറ്റിപ്പോയി. ഹൈക്കോടതി രാഹുലിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. എന്ന് വെച്ചാൽ രാഹുലിൻ്റെ വാദം അംഗീകരിച്ചുകൊണ്ട് മുൻകൂർ ജാമ്യാപേക്ഷ വീണ്ടും പരിഗണിച്ച് അടുത്ത അവധിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുവരെ എന്തായാലും രാഹുലിനെ ഇനി അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. രണ്ടാമത്തെ കേസിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. നമുക്കറിയാം, രണ്ടാമത്തെ കേസിൽ തിരുവനന്തപുരം കോടതി രാഹുലിന് ജാമ്യം ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതിനെ എതിർത്തുകൊണ്ട് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടെങ്കിലും ഹൈക്കോടതി അത് തള്ളിക്കളഞ്ഞില്ല. രാഹുലിന് നോട്ടീസ് കൊടുത്തിട്ട് രാഹുലിന് പറയാനുള്ള ഭാഗം എന്താണെന്ന് കൂടി കേൾക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം നിലവിൽ രാഹുലിന് സ്വതന്ത്രനായി നടക്കാം, ആരെയും പേടിക്കേണ്ട. ആ സ്വാതന്ത്ര്യമാണ് രാഹുൽ സ്കൂട്ടറിൽ സ്വന്തം നാട്ടിൽ ആഘോഷിച്ചത്. അപ്പോഴും മാധ്യമങ്ങൾ ചോദിച്ചത് രാഹുൽ ഇനി എങ്ങാനും പോലീസിനെ കണ്ട് പറന്ന് രക്ഷപ്പെട്ട് ഓടുകയാണോ എന്നാണ്. ഒന്ന് നോക്കണേ കുത്തിത്തിരിപ്പ് എത്രയാന്ന്. പക്ഷെ രാഹുലിൻ്റെ മുഖം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒന്ന് നോക്കിയേ, എത്ര രസമായിട്ടാണ് ആ ചെക്കൻ നിൽക്കുന്നത്, ചിരിച്ച്. ഞാൻ അമ്പലത്തിൽ പോയതാണ്. ശരിക്കും നാട്ടിൻപുറത്ത് നാട്ടിലൊക്കെ ഉള്ള ഒരാൾ രാവിലെ അമ്പലത്തിൽ പോയി തിരിച്ചു വരുന്നു. ഒരു ചെത്ത് പിള്ളേരൊക്കെ നടക്കുന്ന ഒരു സ്റ്റൈലിലാണ് അയാൾ നടക്കുന്നത്. ഞാനിപ്പോൾ ഈ പറയുന്നത് കേട്ടിട്ട് എന്തെങ്കിലും കുഴപ്പം നിങ്ങൾക്ക് തോന്നിയോ? അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ സ്വന്തം നാട്ടിൽ ചിരിച്ചുല്ലസിച്ച് നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് കുട്ടപ്പനായി സ്കൂട്ടറിൽ ചെത്ത് പിള്ളേർ നടക്കുന്നത് പോലെ പറന്ന് നടക്കുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം തോന്നിയോ? അയാൾക്ക് അങ്ങനെ ചെയ്യാനുള്ള റൈറ്റ് ഇല്ലേ? കാരണം ഒരു കേസിൽ മുൻകൂർ ജാമ്യം കോടതി നൽകി, രണ്ടാമത്തെ കേസിൽ കോടതി അയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിവെച്ചു. അതുവരെ നോട്ട് അറസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. അതായത് അയാൾ ഇനി അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അയാൾ ഇങ്ങനെ സ്വാതന്ത്ര്യം ആസ്വദിച്ച് സ്വന്തം നാട്ടിലൂടെ നടക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല എന്നല്ലേ? പക്ഷേ അത് തെറ്റാണ്, അത് തൊലിക്കട്ടിയാണ്, അയാളത് ചെയ്യാൻ പാടില്ലാത്തതാണ്. രാഹുൽ ഒരിക്കലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. ഇങ്ങനെയൊക്കെ പറയുന്നവരാണ് തീവ്രത അളക്കുന്ന മെഷീനിന് ശേഷം തൊലിക്കട്ടി അളക്കുന്ന മെഷീനുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അവർ പറയുന്നത് രാഹുലിന് വലിയ തൊലിക്കട്ടി, കാണ്ടാമൃഗത്തിൻ്റെ തൊലിയ എന്നൊക്കെയാണ് പറയുന്നത്. തൊലിക്കട്ടിയല്ല മാഷേ, അത് മനക്കട്ടിയാണ്, കോൺഫിഡൻസ് ആണ്. ആരൊക്കെ എങ്ങനെയൊക്കെ ഏതൊക്കെ വഴിക്ക് വന്നാലും സത്യം എൻ്റെ ഭാഗത്താണ് എന്ന ഉറച്ച വിശ്വാസം ആ ചെറുപ്പക്കാരനുണ്ട്. അയാളത് പ്രകടിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇനിയും ആ വിശ്വാസത്തിൽ ബഹുമാനപ്പെട്ട കോടതിയിൽ വിശ്വാസമർപ്പിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. മാധ്യമ വിചാരണയ്ക്ക് അയാളെ തൊടാൻ കഴിഞ്ഞില്ല. CPM-ൻ്റെ സൈബർ പ്രചാരണത്തിന് അദ്ദേഹത്തെ ഇളക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം MLA ആയിരിക്കുന്ന പ്രദേശത്തെ പ്രതിഷേധക്കാർക്കും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ല. അവിടെ ചെന്ന് ഒറ്റയ്ക്ക് വോട്ട് ചെയ്ത് തിരിച്ചു വന്ന് ഊതി ഊതി ചായ കുടിച്ച് കലിതുള്ളി വന്ന മാധ്യമങ്ങളെ അങ്ങനെ അങ്ങനെ ആക്കി 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 ഇരുത്തമുണ്ടല്ലോ, അത് തന്നെയാണ് രാഹുൽ ഫുൾ കോൺഫിഡൻസിൽ പവർഫുള്ളായി പോരാട്ട വീര്യത്തിൽ തന്നെയാണ് എന്നതിൻ്റെ തെളിവ്. അതിനിടയിൽ പോയിട്ട് ഇത് തൊലിക്കട്ടിയാണ്, രാഹുൽ ഓടി രക്ഷപ്പെടാൻ, പോലീസിനെ കണ്ടിട്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് സ്കൂട്ടറിൽ എന്നൊക്കെ പറയുന്നവരോട് നമോവാകുമെന്ന് മാത്രമേ പറയാനുള്ളൂ. അല്ലെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ, രാഹുലിന് മുന്നിൽ മാധ്യമങ്ങളുടെ ഹിഡൻ അജണ്ടകൾ മുഴുവൻ തകർന്ന് തരിപ്പണമായില്ലേ? തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വരെ രാഹുൽ വിഷയം മാത്രം കത്തിച്ചാൽ മതി എന്ന അജണ്ട മാധ്യമങ്ങൾ സ്വീകരിച്ചത് ആർക്ക് വേണ്ടിയായിരുന്നു? ഇരയ്ക്ക് വേണ്ടിയായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വേട്ട നിർത്തിവെച്ചു? ഇപ്പം ആർക്കെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് പറയണോ? രാവിലെ 6 മണിക്ക്
റെയിൽവേ സ്റ്റേഷനിലെ ചായ കാപ്പിയെ എന്ന് പറയുന്ന പോലെ ഒരു മനുഷ്യൻ കാപ്പിയുമായിട്ട് വന്ന് നിന്നിട്ട് രാഹുലിനെ പുലഭ്യം പറയുകയായിരുന്നു. അദ്ദേഹത്തിന് ഇനി പറയാനൊന്നുമില്ലേ? അതോ അദ്ദേഹം ഉദ്ദേശിച്ചതുപോലെ നീതി കിട്ടിയോ അതിജീവിതയ്ക്ക്? അങ്ങനെയാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വരെ നിങ്ങൾ നിരന്തരമായി ചർച്ച നടത്തിയത്, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ആളിക്കത്തിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? ആർക്ക് വേണ്ടിയായിരുന്നു? നിങ്ങൾ പറയണം. അന്നില്ലാത്ത എന്താണ് ഇന്നുള്ളത്? ഇത്രയും ചോദ്യങ്ങളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണ് എന്ന് നിങ്ങൾ അന്ന് വിധി പറഞ്ഞു. പക്ഷെ ഇപ്പോൾ ആ കാര്യത്തെക്കുറിച്ചേ മിണ്ടുന്നില്ല. എന്തുകൊണ്ട്? മുൻകൂർ ജാമ്യം കിട്ടിയത് കൊണ്ടാണോ? ഹൈക്കോടതി നോട്ട് അറസ്റ്റ് നൽകിയത് കൊണ്ടാണോ? അല്ലല്ലോ. ആ സാഹചര്യങ്ങൾ അന്നും നിലനിൽക്കുന്നുണ്ട്. അന്നും രാഹുൽ ആ വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അന്നും ഇന്നും നിങ്ങൾ രാഹുലിൻ്റെ വാദങ്ങൾ കേൾക്കുന്നതേയില്ല. പ്രാഥമികമായ വാദങ്ങൾ. ആ കേസിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോയി അത് പ്രസിദ്ധപ്പെടുത്തണമെന്നല്ല പറഞ്ഞത്. രാഹുൽ സത്യം ജയിക്കുമെന്നൊരു വാക്ക് പറഞ്ഞ് നിയമപരമായി നേരിടുമെന്ന് പറഞ്ഞ് കോടതി വഴി ബഹുമാനപ്പെട്ട കോടതിയിൽ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോയ ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരനെ പിന്നെയും പിന്നാലെ നടന്ന് വേട്ടയാടിയത് തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണക്കൊള്ള ചർച്ചയാകരുത് എന്ന ലക്ഷ്യത്തോടു കൂടിയല്ലേ? CPM-നെതിരായ ജനരോഷം ജനങ്ങൾ പരസ്പരം ചർച്ച ചെയ്യരുത് എന്നുള്ളത് കൊണ്ടല്ലേ? അതിനുവേണ്ടി നിങ്ങൾ രാഹുലിനെ വിടാതെ പിന്തുടരുകയായിരുന്നില്ലേ? ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച അന്വേഷണ ഏജൻസിയാണ് കേരള പോലീസ് എന്ന് പറഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലായ 14 ദിവസം അന്വേഷണ സംഘം എന്തു ചെയ്യുകയായിരുന്നു? എന്തുകൊണ്ട് അതിവേഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടെത്തിയില്ല? രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിടികൂടിയിരുന്നുവെങ്കിൽ ചർച്ചകൾ മാറും, മറ്റു വിഷയങ്ങൾ പറയേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ആ വിഷയം നീട്ടി നിർത്താൻ വേണ്ടി നിങ്ങൾ നാടകം കളിക്കുകയായിരുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ അണിയറയിലുണ്ട്. പലരും അന്തരീക്ഷത്തിൽ അത് നിലനിർത്തുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമപരമായ പോരാട്ടം തുടങ്ങുമ്പോൾ, അതായത് തന്നെ വ്യാജക്കേസിൽ കുടുക്കിയതാണ് എന്ന് രാഹുൽ പറയുന്ന വാദം, അതുമായി ബന്ധപ്പെട്ട് രാഹുൽ നിയമ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ മാധ്യമ ഗൂഢാലോചനകളടക്കം പുറത്തു വന്നേക്കാം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ നടക്കുന്നതും അമ്പലത്തിൽ പോകുന്നതും സ്കൂട്ടറിൽ പോകുന്നതും ഒക്കെ വലിയ വാർത്തയാക്കി. അയാൾ തൊലിക്കെട്ടിയുടെ ബലത്തിലാണ് ഇത് ചെയ്യുന്നത്. അയാൾ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അയാൾ എന്നും വീട്ടിൽ തന്നെ അടച്ചുപൂട്ടിയിരിക്കണം. അയാൾ MLA ആയി മണ്ഡലത്തിൽ വരാൻ പാടില്ല എന്ന നിലയിലൊക്കെ ചർച്ച നടത്തുന്നത് അപഹാസ്യമാണ്. അത്തരം ചർച്ചകൾ അവസാനിപ്പിക്കണമെന്നാണ് എല്ലാവരോടും പറയാനുള്ളത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ രാജ്യത്തെ പൗരനാണ്. ആ പൗരന് അയാളുടേതായ സ്വകാര്യതയുണ്ട്, അയാളുടേതായ അവകാശങ്ങളുണ്ട്. അയാൾ നിയമപരമായി ബഹുമാനപ്പെട്ട കോടതിയിൽ വിശ്വസിച്ച് അതിൻ്റെ ബലത്തിൽ മുന്നോട്ട് പോവുകയാണ്. ആ പോക്കിനെ തടയാൻ ആർക്കും ഇപ്പോൾ സാധിക്കില്ല. അയാളെ പിടിച്ചകത്തിടാനും ആർക്കും കഴിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ലാതായാൽ ഒരുപാട് നേട്ടങ്ങൾ BJPക്കുണ്ട്. ആ നേട്ടങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ട് BJPക്കൊപ്പം CPM-ഉം നിന്നുകൊണ്ട് പണിയുകയാണെങ്കിൽ ആ പണിക്ക് തിരിച്ചടി കൊടുക്കാൻ രാഹുലിനറിയാമെന്ന് അയാൾ ഈ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തെളിയിച്ചിട്ടുണ്ട്. അയാൾ ഒറ്റയ്ക്ക് നിന്നാണ് പോരടിക്കുന്നത്. അയാൾ ഒറ്റയ്ക്ക് നിന്നാണ് ശബ്ദമുയർത്തുന്നത്. അയാൾ ഒറ്റയ്ക്ക് നിന്നാണ് നിയമപരമായ രീതിയിൽ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ രാഹുലിൻ്റെ തൊലിക്കെട്ടി അളക്കാൻ കൊണ്ടുവന്നിട്ടുള്ള യന്ത്രം തൽക്കാലത്തേക്ക് ഓഫ് ചെയ്തു വയ്ക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. അല്ലെങ്കിൽ ഇനിയും രാഹുലിൻ്റെ കാര്യം എടുത്തിട്ടാൽ നിങ്ങൾ തന്നെയാണ് നാറുക. നിങ്ങൾക്കെതിരെ തന്നെയാണ് അത് വിഷയമായി വരിക. അത് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കണ്ടതുമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ആളിക്കത്തിച്ച് മറ്റെല്ലാം മറയ്ക്കാം എന്നുള്ള നിങ്ങളുടെ ശ്രമം ആടാപടലം പൊളിഞ്ഞുപോയ തെരഞ്ഞെടുപ്പ് ഫലമാണ് പുറത്തു വന്നത്. ഇനിയെങ്കിലും ആ പഴയകാല സ്ട്രാറ്റജികളൊക്കെ ഒന്ന് മാറ്റിപ്പിടിക്കുക സഖാവേ, അതേ പറയാനുള്ളൂ.